റെഡ് സീയിലെ ഹൂത്തി റിബൽസിന്റെ കപ്പലുകളെ US നേവി മുക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ജിയോഗ്രഫിയുമായി ലിങ്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളുടെ പേരുകൾ, പ്രത്യേകിച്ചും ഇവിടെ റെഡ് സീ ആണ്, അതുപോലെ തന്നെ ബാബ് അൽ മന്ദബ് സ്ട്രെയിറ്റിനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ പ്രിലിംസിന് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി പോവാണ്. പ്രത്യേകിച്ചും ജിയോഗ്രഫി വ്യൂ പോയിന്റിലാണ് നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഈ ഒരു വാർത്ത എന്ന് നോക്കാം. അതായത് US നേവിയുടെ ഹെലികോപ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്ന ഹൂത്തി റിബൽസിന്റെ, ആരാണ് ഹൂത്തി റിബൽസ്? അതായത് യമനിലുള്ള ഒരു റിബൽ ഗ്രൂപ്പാണ് ഹൂത്തീസ് എന്ന് വിളിക്കുന്നത്, ഒരു കമ്മ്യൂണിറ്റിയാണ്. അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ്, അതായത് ആയുധമേന്തിയ കലാപകാരികളാണ്. അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാനാണ്. അപ്പൊ ഇറാന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് യമനിൽ പ്രവർത്തിക്കുന്ന റിബൽ ഗ്രൂപ്പാണ് ഹൂത്തി എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അവര് സാധാരണ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് സീ ഏരിയ നമുക്ക് ഇവിടെ മാപ്പിൽ കാണാൻ പറ്റും. ഈ റെഡ് സീ ഏരിയയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റെഡ് സീയുടെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മൾ അറേബ്യൻ സീയിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യനിൽ നിന്നും അറേബ്യൻ സീയിൽ നിന്നും മെഡിറ്ററേനിയൻ സീ വഴി യൂറോപ്പിലേക്കാണ് പോവുക. അപ്പൊ യൂറോപ്പിലേക്ക്, അതായത് ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്ക് പോകാനുള്ള ഒരു റൂട്ടാണ് റെഡ് സീ വഴി സൂയസ് കനാല് വഴി മെഡിറ്ററേനിയൻ സീ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു റൂട്ടിലുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഈ ഒരു പ്രദേശമാണ് യമനിന്റെ കൺട്രോളിലുള്ള അല്ലെങ്കിൽ യമനിന്റെ സമീപത്തായിട്ടുള്ള ഈ ഒരു പ്രദേശം. ആ ഒരു പ്രദേശത്തെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ഹൂത്തി റിബൽസ് എന്താ ചെയ്യുന്നത്, ഈ ഒരു റെഡ് സീയുടെ എൻട്രി പോയിന്റ് ആയിട്ടുള്ള ഈ ഒരു ബാബ് അൽ മന്ദബ് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ കടലിടുക്ക്, അതായത് വളരെ നേരിയ ഒരു കപ്പൽ ചാനലിനെയാണ് നമ്മൾ കടലിടുക്ക് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എങ്ങനെയാ ശ്രമിക്കുന്നത്? ഇതിലൂടെ പോകുന്ന കണ്ടെയ്നർ ഷിപ്പുകളെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് ശ്രമിക്കുന്നത്. അതായത് ഇതിലൂടെ കച്ചവടത്തിനായിട്ട് പോകുന്ന കണ്ടെയ്നർ ഷിപ്പുകളുണ്ട്, ആ ഒരു കണ്ടെയ്നർ ഷിപ്പുകളെ അറ്റാക്ക് ചെയ്യുകയാണ് ഈ ഒരു ഹൂത്തി റിബൽസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് കൗണ്ടർ ആയിട്ടാണ് US നേവിയുടെ ഹെലികോപ്റ്റേഴ്സ് പ്രവർത്തിക്കുകയും US നേവിയുടെ ഹെലികോപ്റ്റർ മായസ് ഹോൺഷു എന്ന് പറയുന്ന ഒരു സിംഗപ്പൂർ ഫ്ലാഗ് ഉള്ള ഡെൻമാർക്ക് ഓൺഡ് ആയിട്ടുള്ള ഈ ഒരു കണ്ടെയ്നർ ഷിപ്പിനെ അവരെ ഹൂത്തി റിബൽസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ സംരക്ഷിക്കുകയും ഹൂത്തി റിബൽസിന്റെ വെസലുകളെ, കപ്പലുകളെ മുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇതാണ് ഇൻസിഡന്റ്. അപ്പൊ റെഡ് സീ വളരെയധികം വാർത്തയിൽ വരുന്നുണ്ട്. അപ്പൊ റെഡ് സീ, അതുമായി ബന്ധപ്പെട്ട രാജ്യങ്ങള്, അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രിലിംസിനെ എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ജിയോഗ്രഫിക്കൽ വ്യൂ പോയിന്റിൽ ഈ ഒരു സ്ഥലത്തെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി റെഡ് സീയെ ഇവിടെ കാണുന്നുണ്ട്. റെഡ് സീയുടെ സിഗ്നിഫിക്കൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അറേബ്യൻ സീയെ മെഡിറ്ററേനിയൻ സീയുമായിട്ട് കണക്ട് ചെയ്യാണ്. അറേബ്യൻ സീ എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് താഴെ ഇന്ത്യൻ ഓഷ്യൻ ആണ്. ഇപ്പൊ ഇന്ത്യൻ ഓഷ്യനെ മെഡിറ്ററേനിയൻ സീയുമായിട്ട് കണക്ട് ചെയ്യാണ്. അപ്പൊ ഇതിന്റെ എൻട്രി പോയിന്റ് ഒരു ഗൾഫ് ഭാഗമുണ്ട്, അതായത് കരയാൽ ചുറ്റപ്പെട്ട ഒരു ഭാഗമുണ്ട്. അവിടെയാണ് നമ്മൾ ഗൾഫ് ഓഫ് ആദൻ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പൊ അറേബ്യൻ സീയിൽ നിന്ന് ഗൾഫ് ഓഫ് ആദൻ ഉണ്ട്. ഗൾഫ് ഓഫ് ആദൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചാനലാണ്. ആ ഒരു ചാനലിനെയാണ് നമ്മൾ റെഡ് സീ എന്ന് വിളിക്കുന്നത്. ആ റെഡ് സീയിൽ നിന്നും സൂയസ് കനാല് വഴിയാണ് മെഡിറ്ററേനിയൻ സീയിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഗൾഫ് ഓഫ് അക്കാബ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് ഗൾഫ് ഓഫ് അക്കാബ വരും. ഈ ഒരു സ്ഥലത്ത് ഗൾഫ് ഓഫ് സൂയസ് വരും. ഈ ഒരു ഗൾഫ് ഓഫ് സൂയസിലൂടെയാണ് സൂയസ് കനാല് മെഡിറ്ററേനിയൻ സീയുടെ കണക്ട് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പൊ റെഡ് സീയുടെ അതിർത്തിയിൽ വരുന്ന അല്ലെങ്കിൽ ബോർഡറിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈജിപ്തിനെ കാണാൻ വേണ്ടി പറ്റും, സുഡാനിനെ കാണാൻ വേണ്ടി പറ്റും, സൗദി അറേബ്യയെ കാണാൻ പറ്റും, യമനെ കാണാൻ പറ്റും. ഈ ഒരു പ്രദേശത്ത് വരുമ്പോൾ കുറച്ചൊരു കൺജഷൻ കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ എറിത്രിയയെ കാണാൻ പറ്റും, ജിബൂട്ടിനെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ സൊമാലിയ വരുന്നുണ്ട്. ഇപ്പൊ സൊമാലിയയിൽ ആക്ച്വലി നമുക്ക് റെഡ് സീയുടെ ബോർഡർ വരുന്നില്ല, കാരണം ഈ ഒരു പ്രദേശം വരെ വരുന്നുള്ളൂ. അതിനുശേഷമാണ് ഈ സൊമാലിയ വരുന്നത്. അപ്പോൾ സൊമാലിയ ബോർഡർ വരുന്നില്ല. അപ്പൊ റെഡ് സീയുടെ തീരത്ത് ഈജിപ്ത്, സൗദി അറേബ്യ, സുഡാൻ, യമൻ, എറിത്രിയ, ജിബൌട്ടി എന്നീ രാജ്യങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ഇപ്പോൾ വാർത്തയിൽ പറഞ്ഞ സ്ഥലമാണ് ബാബ് അൽ മന്ദബ് സ്ട്രെയിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു ബാബ് അൽ മന്ദബ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് ഒരു കടലിടുക്കാണ്. എന്താ കടലിടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് കരയുടെ ഇടയിലായിട്ടുള്ള വളരെ നേരിയ, ഇത് രണ്ടും കരയാണ്, ലാൻഡാണ്, ഇതിന്റെ ഇടയിലുള്ള വളരെ നേരിയ കപ്പൽ ചാനൽ അല്ലെങ്കിൽ കടലിന്റെ ഭാഗത്തിനെയാണ് നമ്മൾ കടലിടുക്ക് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള ഈ ഒരു ചെറിയ പ്രദേശം, നമുക്ക് ഈ ഒരു എറിത്രിയ, ജിബൌട്ടി വരുന്ന ഈ ഒരു സ്ഥലത്തുള്ള കൺജഷനെയാണ് നമ്മൾ ബാബ് അൽ മന്ദബ് സ്ട്രെയിറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ ഈ ബാബ് അൽ മന്ദബിന്റെ സ്ട്രെയിറ്റിന്റെ ലൊക്കേഷൻ പറയുവാണെങ്കിൽ ഗൾഫ് ഓഫ് ആദനെ റെഡ് സീയുമായിട്ട് കണക്ട് ചെയ്യുന്ന പറയാം. ഇതാണ് ഗൾഫ് ഓഫ് ആദൻ. ഗൾഫ് ഓഫ് ആദനെ റെഡ് സീയുമായിട്ട് കണക്ട് ചെയ്യുന്ന പോർഷൻ ആണ് ഇതെന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് അറേബ്യൻ സീയെ റെഡ് സീയുമായിട്ട് കണക്ട് ചെയ്യുന്നതാണെന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ ഇതിന്റെ ഈ ഒരു
ഈ ഒരു ബാബ് അൽ മന്ദബ് സ്ട്രേറ്റിന്റെ ലൊക്കേഷൻ പറയുമ്പോൾ അതിന്റെ ഒരു സൈഡിൽ നമുക്ക് യമനെ കാണാൻ വേണ്ടി പറ്റും അല്ലെ, മറ്റൊരു സൈഡിൽ നമുക്ക് എറിത്രിയനെ കാണാൻ വേണ്ടി പറ്റും, ഇവിടെ ജിബൌട്ടിനെ കാണാം, അതുപോലെ തന്നെ സൊമാലിയയുടെ ചെറിയ ഭാഗങ്ങളും നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ 32 കിലോമീറ്റർ വീതിയുള്ള വളരെ നാരോ ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇതിന്റെ സൈഡിലായിട്ട് പെരിം ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡുകളും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കേണ്ടതിന്. അപ്പോൾ ഇത് റെഡ് സീയിലേക്ക്, ഇന്ത്യൻ ഓഷ്യൻ അല്ലെങ്കിൽ അറേബ്യൻ സീയിൽ നിന്ന് ഗൾഫ് ഓഫ് ആദൻ വഴി ഈ ഒരു റെഡ് സീയിലേക്കുള്ള ഒരേ ഒരു പാസേജ് ആണ് ഈ ഒരു ബാബ് അൽ മന്ദബ് സ്ട്രേറ്റ്. സ്വാഭാവികമായിട്ടും റെഡ് സീ വഴി മെഡിറ്ററേനിയൻ സീയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ചരക്കിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്ട്രേറ്റ് നിയന്ത്രണത്തിലേക്ക് ഉണ്ടായാൽ മതി. അതാണ് ആക്ച്വലി ഹൂത്തീസ് ശ്രമിക്കുന്നതായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സ്ട്രേറ്റിന്റെ പ്രത്യേകത എന്താ? യൂറോപ്പിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകണല്ലേ. പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ ആണ്. ഏകദേശം 3.3 മില്യൺ ബാരൽസ്, അതായത് 5,20,000 മീറ്റർ ക്യൂബോളം ക്രൂഡ് ഓയിലാണ് ഈ ഒരു സ്ട്രേറ്റിലൂടെ ദിവസവും കടന്നു പോകുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു സ്ട്രേറ്റ് ബ്ലോക്ക് ആക്കി അല്ലെങ്കിൽ ഈ ഒരു സ്ട്രേറ്റിലൂടെ ക്രൂഡ് ഓയിൽ ചരക്ക് നയിക്കാൻ നടക്കുന്നില്ല എങ്കിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വിലയൊക്കെ കുതിച്ചുയരും. ഇതിലൂടെ കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ ഒക്കെ വില കുതിച്ചുയരുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് കൂടി ഓർത്ത് വെക്കുക. അതായത് ഈ ഒരു പ്രദേശം എന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഷിപ്പിംഗ് റൂട്ടാണ് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ചും യൂറോപ്പും ഏഷ്യയും തമ്മിൽ. അപ്പൊ നമുക്ക് മെഡിറ്ററേനിയൻ സീയെ കാണാൻ പറ്റും, റെഡ് സീയെ കാണാൻ വേണ്ടിയിട്ടും, ബാബ് അൽ മന്ദബ് സ്ട്രേറ്റിനെ കാണാൻ വേണ്ടിയിട്ടും, ഗൾഫ് ഓഫ് ആദനെ കാണാൻ വേണ്ടിയിട്ടും, അറേബ്യൻ സീയെ കാണാൻ വേണ്ടിയിട്ടും, അയൽ രാജ്യങ്ങളായിട്ടുള്ള യമനെ, ജിബൌട്ടിനെയും എറിത്രിയെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റുമെന്ന് ഓർത്തുക. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പ്രത്യേകിച്ചും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ UPSCയുടെ പ്രിലിംസിന് നോക്കിക്കഴിഞ്ഞാൽ റെഡ് സീയുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം, റെഡ് സീയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രേറ്റുമായിട്ട് ബാബ് അൽ മന്ദബ് സ്ട്രേറ്റുമായി ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് ഓർത്തു വെക്കേണ്ടത്. കാരണം വാർത്തകളിൽ വരുന്ന സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് പ്രിലിംസിന് ചോദ്യം ചോദിക്കുന്നത് UPSC വളരെ കോമൺ ആണെന്ന് ഓർത്തു വെക്കുക. അതുകൊണ്ട് തന്നെ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ന്യൂസുകൾ ഡെയിലി കംപ്ലീറ്റ് ആയിട്ട് ഒരു ദിവസം വരുന്ന ന്യൂസുകൾ മൊത്തം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ലേണേഴ്സിന്റെ ഡെയിലി ന്യൂസ് അനാലിസിസ് കാണാവുന്നതാണ്. ഡെയിലി ന്യൂസ് അനാലിസിസ് യൂട്യൂബിലെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ലേണേഴ്സിന്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ₹159 പെർ മന്ത് മാത്രം ചിലവായാൽ മതി. അതിനു വേണ്ടിയിട്ട് യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഇവിടെ ജോയിൻ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് വരും. എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് മുന്നേ നിങ്ങൾക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോയിലേക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.